ലൈൻ ഇൻ്റഗ്രൽസിൻ്റെ ഡെഫിനിഷനാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു ലൈൻ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഒരു കേർവിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ഇൻ്റഗ്രലാണ് ലൈൻ ഇൻ്റഗ്രൽ. അപ്പോൾ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആകുമ്പോൾ അവിടെ ഒരു ക്ലോസ്ഡ് ഇൻ്റർവൽ ആയിരുന്നു. അപ്പോൾ ലൈൻ ഇൻ്റഗ്രൽ ഡിഫൈൻ ചെയ്യുന്നതിന് മുൻപേ നമ്മൾ എങ്ങനെയായിരുന്നു ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഡിഫൈൻ ചെയ്തിരുന്നത് എന്ന് നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിച്ചെടുക്കാം. Before defining integration along a curve, let us review the 5 steps leading to the definition of the definite integral. 5 steps ആയിട്ടായിരുന്നു നമ്മൾ ഈ ഒരു ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞത്. അതല്ലേ, ഈ സ്റ്റെപ്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സമ്മിനെ ആയിരുന്നു നമ്മൾ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പോൾ y=f(x) എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. അത് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ അവിടെ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഡിഫൈൻ ചെയ്യാൻ നേരത്തെ നമ്മൾ ചെയ്ത കാര്യമായിരുന്നു. ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയെ നമ്മൾ ചെറിയ ചെറിയ ഇൻ്റർവൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. n സബ് ഇൻ്റർവൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. xk-1, xk ക്ലോസ്ഡ് ഇൻ്റർവൽസ് ആണ്. അതിൻ്റെ ഓരോന്നിൻ്റെയും ലെങ്ത്ത് Δxk ആണ്. അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിലെ ഇത് xk-1 xk എന്ന് പറയുന്ന ആ ഒരു സബ് ഇൻ്റർവലാണ് എങ്കിൽ ഇതിൻ്റെ ലെങ്ത്തിനെയാണ് നമ്മൾ Δxk എന്ന് വിളിച്ചത്. ഓക്കെ, Δxk, അതായത് Δxk = xk-xk-1. അതായത് ഒരു ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത്ത് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്, അതാണ് Δxk. ഇത് നമ്മൾ പി എന്ന് പറയുന്നതാണ് ഇതിൻ്റെ പാർട്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു പാർട്ടീഷനെ നമ്മൾ പി എന്ന് വിളിച്ചു. അതായത് n സബ് ഇൻ്റർവൽസ് ആയിട്ട് നമ്മൾ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ഡിവൈഡ് ചെയ്തു. ഈ ഒരു പാർട്ടീഷനെ പി എന്ന് വിളിച്ചു. ലെറ്റ് നോം പി ബി ദി ലെങ്ത് ഓഫ് ദി ലോങ്ങസ്റ്റ് സബ് ഇൻ്റർവൽ. ദ നമ്പർ നോം പി ഈസ് കോൾഡ് ദ നോം ഓഫ് ദി പാർട്ടീഷൻ പി. അപ്പോൾ ഇങ്ങനെ നമുക്ക് n ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി നമ്മൾ ചെറുതായിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് n സബ് ഇൻ്റർവൽസ് കിട്ടി. ഇതിൽ ഓരോ സബ് ഇൻ്റർവെല്ലിൻ്റെയും അല്ലെങ്കിൽ നമ്മളതിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിച്ചാൽ അതിലെ ഏറ്റവും ലെങ്ത്തുള്ള ആ സബ് ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത്തിനെയാണ് നമ്മൾ നോം പി എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ ലോങ്ങസ്റ്റ് സബ് ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത്തിനെയാണ് നോം പി എന്ന് നമ്മൾ വിളിക്കുന്നത്, വിച്ച് ഈസ് കോൾഡ് ദി നോം ഓഫ് ദി പാർട്ടീഷൻ പി. ഇനി നമ്മൾ ഓരോ സബ് ഇൻ്റർവെല്ലിൽ നിന്നും ഒരു സാമ്പിൾ പോയിൻ്റ് എടുക്കുകയാണ്. ഒരു ആർബിട്രറി ആയിട്ടൊരു പോയിൻ്റ് ചൂസ് ചെയ്യാണ്. അതിനെ നമ്മൾ xk സ്റ്റാർ എന്ന് വിളിച്ചു. ഇപ്പോൾ x0 x1 എന്ന് പറയുന്ന ആ ഒരു ഇൻ്റർവെല്ലിൽ നിന്നാണ് നമ്മളൊരു പോയിൻ്റ് എടുത്താൽ നമ്മളതിനെ x1 സ്റ്റാർ എന്ന് വിളിക്കുന്നു. അടുത്ത ഇൻ്റർവെല്ലിൽ നിന്നാണെങ്കിൽ x2 സ്റ്റാർ എന്ന് വിളിക്കും. അങ്ങനെ നമ്മൾ ഓരോ ഇൻ്റർവെല്ലിൽ നിന്നും ഒരു സാമ്പിൾ പോയിൻ്റ് എടുക്കുകയാണ്. നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഒരു സമ്മ് കണ്ടുപിടിക്കുകയാണ്. സമ്മേഷൻ k = 1 to n f(xk star Δxk). xk സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഓരോ സബ് ഇൻ്റർവെല്ലിൽ നിന്നും n സബ് ഇൻ്റർവെല്ലുണ്ട്. അതിൽ ഓരോന്നിൽ നിന്നും നമ്മൾ എടുക്കുന്ന ഒരു പോയിൻ്റ്, സാമ്പിൾ പോയിൻ്റ് എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. Δxk എന്ന് പറഞ്ഞാൽ ഓരോ സബ് ഇൻ്റർവെല്ലിൻ്റെയും ലെങ്ത്ത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സമ്മ് നമ്മൾ ഫോം ചെയ്തു. ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ഉണ്ട്. ഈ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയെ എങ്ങനെയാണ് a = x0, പിന്നെ നമ്മൾ x1 x2 xn = b, അങ്ങനെ n സബ് ഇൻ്റർവൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇനി ഇപ്പോൾ kth സബ് ഇൻ്റർവൽ എടുക്കുകയാണ്, xk-1 xk. അതിൽ നിന്ന് നമ്മളൊരു സാമ്പിൾ പോയിൻ്റ് എടുത്തു. അതിനെയാണ് xk സ്റ്റാർ എന്ന് വിളിച്ചത്. അതുപോലെ ഈ ഒരു പാർട്ടീഷൻ നമ്മൾ p എന്ന് വിളിച്ചാൽ നോം p ഈസ് ദി ലെങ്ത് ഓഫ് ദി ലോങ്ങസ്റ്റ് സബ് ഇൻ്റർവലാണ് നോം പി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു നമ്മൾക്കൊരു സമ്മ് അവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ആ സമ്മ്? സമ്മേഷൻ k = 1 to n f(xk star Δxk). ഈ ഒരു സമ്മായിരുന്നു നമ്മൾ അഞ്ചാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ കണ്ടുപിടിച്ചത്. ശരിക്കും ഈ സമ്മ് എന്താണ് എന്നൊന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയുടെ ഒരു പാർട്ടീഷനാണെന്ന് വിചാരിച്ചോ. xk - 1
എക്സ് കെ. ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്. ഇതാണ് നമ്മുടെ എക്സ് കെ സ്റ്റാർ എന്ന് പറയുന്ന പോയിൻ്റെങ്കിൽ ഓക്കെ, ഈ ഒരു പോയിൻ്റാണ് നമ്മൾ എടുത്ത എക്സ് കെ സ്റ്റാർ. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഇതാണെന്ന് വിചാരിച്ചു. y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇതുമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എഫ് ഓഫ് എക്സ് കെ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ എക്സ് കെ സ്റ്റാറിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് കെ സ്റ്റാർ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് വൈ ആക്സിസിന് പാരലലായിട്ട് ഒരു ലൈൻ വരച്ചാൽ അതായിരിക്കും എന്ത്? എക്സ് കെ സ്റ്റാർ എന്ന് പറയുന്നത്. ഓക്കെ, സോറി, എക്സ് കെ സ്റ്റാർ അല്ല, എഫ് ഓഫ് എക്സ് കെ സ്റ്റാർ എന്ന് പറയുന്നത്. അതെ, ഈ ഒരു ലെങ്ത്താണ് എഫ് ഓഫ് എക്സ് കെ സ്റ്റാർ. കാരണം എന്താ? എക്സ് കെ സ്റ്റാറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫംഗ്ഷനിൽ വരുന്ന വാല്യൂ ആണ് എഫ് ഓഫ് എക്സ് കെ സ്റ്റാർ. ഇനി ഉള്ളത് എന്താ? ഡെൽറ്റ എക്സ് കെ. ഡെൽറ്റ എക്സ് കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത്താണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് കെ സ്റ്റാർ ഇൻറ്റു ഡെൽറ്റ എക്സ് കെ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഒരു ലെങ്ത്ത് ഇൻറ്റു, അല്ലെങ്കിൽ ഈ ഒരു ലെങ്ത്ത് ഇൻറ്റു ഈ ഒരു ലെങ്ത്ത് അല്ലേ എന്ന് പറഞ്ഞാൽ, ഇത് വെച്ച് നമ്മളൊരു റെക്റ്റാങ്കിൾ വരച്ചാൽ ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആയിരിക്കും, ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആയിരിക്കും എന്ത്? എഫ് ഓഫ് എക്സ് കെ സ്റ്റാർ ഇൻറ്റു ഡെൽറ്റ എക്സ് കെ എന്ന് പറയുന്ന ആ ഒരു പ്രൊഡക്റ്റ്. ഇങ്ങനെ നമ്മൾ എൻ സബ് ഇൻ്റർവെൽസ് ആയിട്ട് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ഓരോന്നിലും എന്താ നമുക്ക് കിട്ടുന്നത്? ആ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആണ് കിട്ടുന്നത്. എഫ് ഓഫ് എക്സ് കെ സ്റ്റാർ ഡെൽറ്റ എക്സ് കെ. ഇങ്ങനെ നമ്മൾ എല്ലാം കൂടെ സം ചെയ്ത് കഴിയുമ്പോൾ ടോട്ടൽ റെക്റ്റാങ്കിൾ, ഇതുപോലുള്ള റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കിട്ടും. ഇത് വളരെ ചെറുതായിട്ട് ഈ പാർട്ടീഷൻ നമ്മൾ വളരെ 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 ചെറുതാക്കി കൊണ്ടുവരികയാണ്. അതായത് ലെങ്ത് ഓഫ് ദി ലോങ്ങസ്റ്റ് സബ് ഇൻ്റർവെല്ല് 0 വരെ എത്തിക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ നോം ഓഫ് പി 0 പോകും. അങ്ങനെ ആകുമ്പോൾ സബ് ഇൻ്റർവെൽസ് പിന്നെ വീണ്ടും വീണ്ടും വളരെ വളരെ ചെറിയ സബ് ഇൻ്റർവെൽസ് ആയിരിക്കും. ഇങ്ങനെ എന്ത് കിട്ടും? ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് എങ്ങനെ നമുക്ക് ഇപ്പോൾ എന്താ, ഈ കേവിൻ്റെ അടിയിലേക്കുള്ള ഈ റെക്റ്റാങ്കിൾസിൻ്റെ ഒക്കെ ഏരിയ ആണ് ഈ ഒരു സമ്മ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ഈ പാർട്ടീഷൻ വളരെ ചെറുതാക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ശരിക്കും എന്തായിരിക്കും? ചെറിയ ചെറിയ റെക്റ്റാങ്കിൾ ആയിരിക്കും, വളരെ നാരോ ആയിട്ടുള്ള റെക്റ്റാങ്കിൾസ് ആയിരിക്കും. അതിൻ്റെ ഏരിയാസ് എന്ന് പറഞ്ഞാൽ ഏരിയാസ് സമ്മ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഈ കേവിൻ്റെ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന കേവിൻ്റെ അടിയിലേക്കുള്ള ഏരിയ ആണ്. അതാണ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അതായത് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഏരിയ അണ്ടർ ദി കേവ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഫ്രം എക്സ് ഈക്വൽ ടു എ ടു എക്സ് ഈക്വൽ ടു ബി എലോങ് എക്സ് ആക്സിസ്. ഓക്കെ, ഈ ഒരു ഏരിയയാണ് നമ്മൾ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് എന്ന് വിളിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സമ്മ് ഫോം ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു? നോം പി 0 പോവാണ്. അതായത് പാർട്ടീഷൻ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി വളരെ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയുടെ ആ ഒരു പാർട്ടീഷൻ വളരെ സ്മോളായിട്ട് കൊണ്ടുവരുവാണ്. അപ്പോൾ അത് സ്മോളായിട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ നോം ഓഫ് പി എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ലോങ്ങസ്റ്റ് സബ് ഇൻ്റർവെലാണ്. അത് 0 പോവുക എന്ന് പറഞ്ഞാൽ ഈ പാർട്ടീഷൻ വളരെ 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 ചെറുതായിട്ട് പോവുക എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞ് നമ്മൾ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൽ ഡിഫൈൻ ചെയ്തത് ലിമിറ്റ് നോം പി ടെൻസ് ടു 0 സമ്മേഷൻ കെ ഈക്വൽ ടു 1 to n എഫ് ഓഫ് എക്സ് കെ സ്റ്റാർ ഇൻറ്റു ഡെൽറ്റ എക്സ് കെ. ഈ ഒരു സമ്മിനെയാണ് നമ്മൾ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് വിളിച്ചത്. ഇനി ഇതുപോലെ തന്നെയാണ്, ഇതേ സ്റ്റെപ്പിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഒരു ലൈൻ ഇൻ്റഗ്രലും ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലൈൻ ഇൻ്റഗ്രൽ വരുമ്പോൾ അവിടെയുള്ള മാറ്റം എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിക്ക് പകരം ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി അല്ല അവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഫംഗ്ഷൻ ഒരു കേവിലാണ്, സി എന്ന് പറയുന്ന ഒരു സ്മൂത്ത് കേവിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്ത്. അത് മാത്രമേ അവിടെ വ്യത്യാസമുള്ളൂ. ബാക്കി സ്റ്റെപ്പൊക്കെ നമ്മൾ ഇതിലെങ്ങനെയാണോ ഒരു ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെയാണ്. ഓക്കെ, ലൈൻ ഇൻ്റഗ്രൽസ് ഇൻ ദി പ്ലെയിൻ ആണ് നമ്മൾ ഡിഫൈൻ ചെയ്യാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെയാണ് സ്പേസിലും. ഓക്കെ, ദ ഫോളോയിങ് അനലോഗസ് 5 steps ലീഡ് ടു ദി ഡെഫിനിഷൻസ് ഓഫ് 3 ലൈൻ ഇൻ്റഗ്രൽസ് ഇൻ ദി പ്ലെയിൻ. ഓക്കെ, 3 ലൈൻ ഇൻ്റഗ്രലാണ് നമുക്കുള്ളത്. നമുക്ക്
ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ ആണെങ്കിൽ വിത്ത് റെസ്പെക്റ്റ് ടു എക്സും വിത്ത് റെസ്പെക്റ്റ് ടു വൈയും മാത്രമേ നമ്മൾ നമുക്ക് അങ്ങനെ രണ്ട് ഇൻറ്റഗ്രൽസ് ആയിരുന്നു നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അവിടെയൊക്കെ സെയിം ആണ്. എക്സിനെ റീപ്ലേസ് ചെയ്താൽ നമുക്ക് വിത്ത് റെസ്പെക്റ്റ് ടു വൈയുടെ കിട്ടും. ഇവിടെ നമുക്ക് 3 ലൈൻ ഇൻറ്റഗ്രൽസ് പ്ലെയിനിൽ കിട്ടുന്നുണ്ട്. ഓക്കെ, ഒന്ന് വിത്ത് റെസ്പെക്റ്റ് ടു എക്സ് ആണ്, ഒന്ന് വിത്ത് റെസ്പെക്റ്റ് ടു വൈ ആണ്, അടുത്തത് വിത്ത് റെസ്പെക്റ്റ് ടു ദി ലെങ്ത് ഓഫ് ദി കർവ് അല്ലെങ്കിൽ ആർക്ക് ലെങ്ത്. അപ്പം 3 ലൈൻ ഇൻറ്റഗ്രൽസ് പ്ലെയിനിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. let z equal to g of xy be defined in some region that contains the smooth curve C defined by x equal to f of t, y equal to g of t, a less than or equal to t less than or equal to b. z equal to g of xy എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഇത് ഒരു സ്മൂത്ത് കർവ് സി എന്ന് പറയുന്ന ഒരു സ്മൂത്ത് കർവ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു റീജിയനിലാണ് ഈ കർവ് ഉള്ളത്, ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഈ കർവിൻ്റെ പാരാമെട്രിക് ഇക്വേഷനാണ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ടി, വൈ ഈക്വൽ ടു ജി ഓഫ് ടി, എ ലെസ് താൻ ഓർ ഈക്വൽ ടു ടി ലെസ് താൻ ഓർ ഈക്വൽ ടു ബി. ഇനി സ്മൂത്ത് കർവ് എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. ഈ ഒരു പാരാമെട്രിക് ഇക്വേഷനിൽ എഫ് ഡാഷും ജി ഡാഷും കണ്ടിന്യൂസ് ആണെങ്കിൽ കണ്ടിന്യൂസ് ആണ്, അതുപോലെ തന്നെ സൈമിൾട്ടേനിയസ്ലി സീറോയും അല്ലെങ്കിൽ നമ്മൾ പറയും ഈ ഒരു കർവ് സ്മൂത്ത് കർവ് ആണെന്ന് പറയും. ഓക്കെ, നമ്മൾ നേരത്തെ ആ ഇൻ്റർവെല്ലിനെ ആയിരുന്നു നമ്മൾ ഓരോ സബ് ഇൻ്റർവെല്ലായിട്ട് ഡിവൈഡ് ചെയ്തു. ഇവിടെ നമ്മൾ ഈ ഒരു കേർവിനെ സി എന്ന് പറയുന്ന ഇങ്ങനെ ഒരു കേർവ് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ കുറേ സബ് ആർക്കായിട്ട് ഡിവൈഡ് ചെയ്യാണ്. ഓരോന്നിൻ്റെയും ലെങ്ത്തിനെ ഓരോ സബ് ആർക്കിൻ്റെയും ലെങ്ത്തിനെ ഡെൽറ്റ എസ് കെ എന്ന് വിളിച്ചു. ഡെൽറ്റ എസ് കെ എന്നാണ് വിളിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ഉണ്ട് ഇവിടെ അല്ലേ. ആ ഒരു കേർവിൻ്റെ പാരാമെട്രൈസേഷനാണ് പാരാമെട്രിക് വേരിയബിളായ ടി വേരി ചെയ്യുന്ന ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയെ ഒരു പാർട്ടീഷൻ T0, T1, T2 എക്സെട്ര Tn വരെ അങ്ങനെയുള്ള ചെറിയ സ്മോൾ സബ് ഇൻ്റർവൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇതാണ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയുടെ ഒരു പാർട്ടീഷൻ. ഈ പാർട്ടീഷന് അനുസരിച്ചാണ് നമ്മൾ സി എന്ന് പറയുന്ന ആ ഒരു കർവിനെ എൻ സബ് ആർക്കായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ലെറ്റ് ദി പ്രൊജക്ഷൻ ഓഫ് ഈച്ച് സബ് ആർക്ക് ഓൺ ടു ദി എക്സ് ആൻഡ് വൈ ആക്സിസ് ഹാവ് ലെങ്ത് ഡെൽറ്റ എക്സ് കെ ആൻഡ് ഡെൽറ്റ വൈ കെ റെസ്പെക്റ്റീവ്ലി. പ്രൊജക്ഷൻ ഓഫ് ഈച്ച് സബ് ആർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഓക്കെ ഇങ്ങനെയൊരു ആർക്കുണ്ട്. ഇതാണ് നമ്മുടെ കേർവ്. അപ്പോൾ ഇതിൽ പ്രൊജക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സ് ആക്സിലേക്കുള്ള ഈ സബ് ആർക്കിൻ്റെ പ്രൊജക്ഷന് എന്ന് പറഞ്ഞാൽ നമ്മളിതിനെ ഡെൽറ്റ എക്സ് എന്ന് വിളിച്ചു, ഡെൽറ്റ എക്സ് കെ എന്ന് വിളിച്ചു. അതുപോലെ വൈ ആക്സിസിലേക്കുള്ള പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ രണ്ട് ലൈൻസാണ്. ഈ ഒരു ലെങ്ത്തിനെ നമ്മൾ ഡെൽറ്റ വൈ കെ എന്ന് വിളിച്ചു. ഈ കേർവിൻ്റെ സബ് ആർക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എസ് കെ ആണ്. ഓക്കെ, ഈ ഡെൽറ്റ എസ് കെ ലെങ്ത് ഉള്ള ഈ സബ് ആർക്കിൻ്റെ എക്സ് ആക്സിസിലേക്കുള്ള പ്രൊജക്ഷനാണ് ഡെൽറ്റ എക്സ് കെ. വൈ ആക്സിസിലേക്കുള്ള പ്രൊജക്ഷനാണ് ഡെൽറ്റ വൈ കെ. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പോലെ തന്നെ ഒരു പർട്ടിക്കുലർ പോയിൻ്റ് അതിന് മുന്നേ നമ്മൾ നോം ഓഫ് ദി പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പോലെ തന്നെ ലെറ്റ് നോം പി ബി ദി നോം ഓഫ് ദി പാർട്ടീഷൻ ഓർ ദ ലെങ്ത് ഓഫ് ദി ലോങ്ങസ്റ്റ് സബ് ആർക്ക്. ഒന്നുകിൽ ഈ പാർട്ടീഷൻ്റെ എന്താണ് നോം ഓഫ് ദി പാർട്ടീഷൻ എന്ന് പറയും, അല്ലെങ്കിൽ അതിനെ ലെങ്ത് ഓഫ് ദി ലോങ്ങസ്റ്റ് സബ് ആർക്ക്. അവിടെ എന്തായിരുന്നു, ലെങ്ത് ഓഫ് ദി ലോങ്ങസ്റ്റ് സബ് ഇൻ്റർവൽ ആയിരുന്നു. ഇവിടെ നോം പി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലെങ്ത് ഓഫ് ദി ലോങ്ങസ്റ്റ് സബ് ആർക്കാണ്. ഇത് നമ്മൾ ആ ഒരു സബ് ആർക്കിൽ നിന്നും ഒരു സാമ്പിൾ പോയിൻ്റ് എടുക്കുകയാണ്. നേരത്തെ നമ്മളൊരു ഇൻ്റർവെല്ലിൽ നിന്നായിരുന്നു ഒരു സാമ്പിൾ പോയിൻ്റ് എടുത്തത്, അതുകൊണ്ട് അതൊരു എക്സ് കെ സ്റ്റാർ എന്ന് അതിനെ വിളിച്ചു. ഇവിടെ സബ് ആർക്കിൽ നിന്നാണ് ഒരു സാമ്പിൾ പോയിൻ്റ് എടുക്കുന്നത്. ആർക്ക് എന്ന് പറഞ്ഞാൽ പ്ലെയിനിലുള്ളൊരു കേർവിൻ്റെ ഒരു ഭാഗമാണ് ആർക്ക്. അപ്പോൾ അതിലൊരു പോയിൻ്റ് കോർഡിനേറ്റ്സ് ആയിരിക്കും. അപ്പോൾ എക്സ് കെ സ്റ്റാർ, വൈ കെ സ്റ്റാർ, നമ്മൾ ഈ ഓരോ സബ് ആർക്കിൽ നിന്നും ഒരു സാമ്പിൾ പോയിൻ്റ് എടുക്കുകയാണ്. എക്സ് കെ സ്റ്റാർ, വൈ കെ സ്റ്റാർ എന്ന് പറയുന്ന സാമ്പിൾ പോയിൻ്റ് എടുത്തു. ഇനി ഇങ്ങനൊരു പോയിൻ്റ് ഓരോ സബ് ആർക്കിൽ നിന്നും എടുത്തു. അപ്പോൾ നമ്മളിവിടെ ഡെൽറ്റ എസ് കെ ലെങ്ത് ഉള്ളൊരു സബ് ആർക്കാണ് എടുത്തത്. അതിൻ്റെ എക്സ് ആക്സിസിലേക്കുള്ള പ്രൊജക്ഷൻ ഡെൽറ്റ എക്സ് കെ,
വൈ ആക്സിസിലേക്കുള്ള പ്രൊജക്ഷൻ ഡെൽറ്റ വൈ കെ ആണ്. ഇനി ഈ ഒരു സബ് ആർക്കിൽ നിന്നും കേത്ത് സബ് ആർക്ക് ആണെങ്കിൽ അതിൽ നിന്നൊരു സാമ്പിൾ പോയിൻ്റ് എടുത്തു എക്സ് കെ സ്റ്റാർ വൈ കെ സ്റ്റാർ. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പോലെ തന്നെ നമ്മളവിടെ ഒരു സമ്മ് ഫോം ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ 3 സമ്മാണ് ഫോം ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഒന്നാമത്തെന്ന് പറഞ്ഞാൽ സമ്മേഷൻ കെ ഈക്വൽ ടു 1 to n ജി ഓഫ് എക്സ് കെ സ്റ്റാർ വൈ കെ സ്റ്റാർ ഇൻറ്റു ഡെൽറ്റ എക്സ് കെ. അവിടെ എന്തായിരുന്നു എഫ് ഓഫ് എക്സ് കെ സ്റ്റാർ ഇൻറ്റു ഡെൽറ്റ എക്സ് കെ. ഇവിടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ 2 വേരിയബിൾ ഫംഗ്ഷനാണ്. അപ്പം ജി ഓഫ് എക്സ് കെ സ്റ്റാർ വൈ കെ സ്റ്റാർ ഇൻറ്റു ഡെൽറ്റ എക്സ് കെ. ഇതാണ് ഫസ്റ്റ് സമ്മ്. സെക്കൻഡ് സമ്മ് സമ്മേഷൻ കെ ഈക്വൽ ടു 1 to n ജി ഓഫ് എക്സ് കെ സ്റ്റാർ വൈ കെ സ്റ്റാർ ഇൻറ്റു ഡെൽറ്റ വൈ കെ. ഓക്കെ, ഇനി തേർഡ് സം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്, രണ്ടാമത്തെ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ്, മൂന്നാമത്തെ വിത്ത് റെസ്പെക്ട് ടു ദ ലെങ്ത് ഓഫ് ദി ആർക്കാണ്. ഓക്കെ, ഡെൽറ്റ എസ് കെ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദി ആർക്കായിരുന്നു. ഡെൽറ്റ എക്സ് കെയും ഡെൽറ്റ വൈ കെയും പ്രൊജക്ഷൻ ആയിരുന്നു. എക്സ് ആക്സിസിലേക്കും വൈ ആക്സിസിലേക്കുള്ള പ്രൊജക്ഷൻ ആയിരുന്നു. ഇനി മൂന്നാമത്തെ സമ്മേഷൻ കെ ഈക്വൽ ടു 1 to n ജി ഓഫ് എക്സ് കെ സ്റ്റാർ വൈ കെ സ്റ്റാർ ഇൻറ്റു ഡെൽറ്റ എസ് കെ ആണ്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിലെ പോലെ തന്നെ ഈ ഒരു സബ് ആർക്കിൻ്റെ പാർട്ടീഷൻ വളരെ സ്മോളറായിട്ട് അല്ലെങ്കിൽ ഫൈനറായിട്ട് കൊണ്ടുവരുവാണ്. അങ്ങനെയാകുമ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുക? നോം പി എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദി ലാർജസ്റ്റ് സബ് ആർക്കായിരുന്നു. നോം പി 0യിലേക്ക് പോകും അല്ലേ? പാർട്ടീഷൻ വളരെ ചെറുതാകുമ്പോൾ നോം പി 0യിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ നമുക്കവിടെ എന്തെഴുതാം? ലിമിറ്റ് നോം പി ടെൻസ് ടു 0 ഈ ഒരു സമ്മ്. രണ്ടാമത്തേൽ വരുമ്പോൾ ലിമിറ്റ് നോം പി ടെൻസ് ടു 0 അടുത്ത സമ്മ്. മൂന്നാമത്തേൽ വരുമ്പോൾ ലിമിറ്റ് നോം പി ടെൻസ് ടു 0 ഈ മൂന്നാമത്തെ സമ്മ്. ആദ്യത്തേത് വിത്ത് റെസ്പെക്ട് ടു എക്സ്, രണ്ടാമത്തെ വിത്ത് റെസ്പെക്ട് ടു വൈ, മൂന്നാമത്തേത് വിത്ത് റെസ്പെക്ട് ടു ദി ലെങ്ത് ഓഫ് ദി ആർക്കാണ്. ഡെൽറ്റ എസ് കെ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദി സബ് ആർക്കായിരുന്നു, കേത്ത് സബ് ആർക്കായിരുന്നു ഡെൽറ്റ എക്സ് കെ എന്ന് പറയുന്നത്. ഓക്കെ, നേരത്തെ പോലെ തന്നെ നമ്മൾ പാർട്ടീഷൻ ചെറുതാക്കി കൊണ്ടുവരികയാണ്. അപ്പോൾ നോം പി 0യിലേക്ക് പോവാണ്. നമുക്ക് ഈ നോം പി 0യിലേക്ക് പോകുമ്പോൾ നമുക്കവിടെ കിട്ടുന്നത് ആ ഒരു സമ്മിൻ്റെ വാല്യൂ ആണ് എന്ത്? ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 3 ഇൻറ്റഗ്രൽസ് ആണ് കിട്ടുന്നത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് നോം പി ടെൻസ് ടു 0 സമ്മേഷൻ കെ ഈക്വൽ ടു 1 to n ജി ഓഫ് എക്സ് കെ സ്റ്റാർ വൈ കെ സ്റ്റാർ ഇൻറ്റു ഡെൽറ്റ എക്സ് കെ ആണ്. ഇതാണ് ഇൻറ്റഗ്രൽ ഓഫ് ജി ഓഫ് എക്സ് വൈ ഓവർ സി വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇതിന് നമ്മൾ ഇൻറ്റഗ്രൽ ഓവർ സി ജി ഓഫ് എക്സ് വൈ ഡി എക്സ് എന്നാണ് ഈ സമ്മിനെ വിളിക്കുന്നത്. ഇനി വിത്ത് റെസ്പെക്ട് ടു വൈ വരുമ്പോൾ എന്താണ് വരിക? ഇൻറ്റഗ്രൽ ഓവർ സി ജി ഓഫ് എക്സ് വൈ ഡി വൈ ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് നോം പി ടെൻസ് ടു 0 സമ്മേഷൻ കെ ഈക്വൽ ടു 1 to n ജി ഓഫ് എക്സ് കെ സ്റ്റാർ വൈ കെ സ്റ്റാർ ഇൻറ്റു ഡെൽറ്റ വൈ കെ. മൂന്നാമത്തത് വിത്ത് റെസ്പെക്ട് ടു ആർക്ക് ലെങ്ത് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കതിനെ ഡി എസ് എന്നാണ് എഴുതുന്നത്. ഓക്കെ, ഡി എസ് എന്നാണ് എഴുതുന്നത് വിത്ത് റെസ്പെക്ട് ടു ആർക്ക് ലെങ്ത് ആയതുകൊണ്ട് തന്നെ സമ്മേഷൻ ഓവർ സി ജി ഓഫ് എക്സ് വൈ ഇൻറ്റഗ്രൽ ഓവർ സി ജി ഓഫ് എക്സ് വൈ ഡി സെഡ് ഈക്വൽ ടു ലിമിറ്റ് നോം പി ടെൻസ് ടു 0 സമ്മേഷൻ കെ ഈക്വൽ ടു 1 to n ജി ഓഫ് എക്സ് കെ സ്റ്റാർ വൈ കെ സ്റ്റാർ ഇൻറ്റു ഡെൽറ്റ എസ് കെ എന്ന് കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലൈൻ ഇൻറ്റഗ്രൽസ്, ഒരു പ്ലെയിനിലെ ലൈൻ ഇൻറ്റഗ്രൽസ് ഡിഫൈൻ ചെയ്യുന്നത്. ആദ്യം നമ്മളൊരു സ്മൂത്ത് കർവ് ഉള്ളൊരു റീജിയനിൽ ആണ് ജി ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഒരു എന്താണ് ചെയ്തത്? കർവിനെ നമ്മൾ സബ് ആർക്കായിട്ട് തിരിച്ചു അക്കോർഡിംഗ് ടു ദ പാർട്ടീഷൻ ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. ഇനി ഡെൽറ്റ എക്സ് കെയും ഡെൽറ്റ വൈ കെയും എന്താണ്? പ്രൊജക്ഷൻ ഓഫ് ഈച്ച് സബ് ആർക്ക് ഓൺ ടു ദി എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ് റെസ്പെക്റ്റീവ്ലി. അത് നോം പി എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദി ലോങ്ങസ്റ്റ് സബ് ആർക്കാണ്. നമ്മൾ ഓരോ സബ് ആർക്കിൽ നിന്നും ഒരു സാമ്പിൾ പോയിൻ്റ് ചൂസ് ചെയ്തു. നമ്മൾ 3 സംസ് അവിടെ ഫോം ചെയ്തു. സമ്മേഷൻ കെ ഈക്വൽ ടു 1 to n ജി ഓഫ് എക്സ് കെ സ്റ്റാർ വൈ കെ സ്റ്റാർ ഇൻറ്റു ഡെൽറ്റ എക്സ് കെ, അതുപോലെ ഡെൽറ്റ വൈ കെ, പിന്നെ ഡെൽറ്റ എസ് കെ. അപ്പോൾ ഈ 3 സമ്മിലും നമ്മൾ പാർട്ടീഷൻ വളരെ ചെറുതാക്കി കൊണ്ടുവരുമ്പോൾ നോം പി 0യിലേക്ക് പോകും. ഇങ്ങനെ നോം പി 0യിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു
വാല്യൂ ആണ്, ആ ലിമിറ്റിൻ്റെ വാല്യൂ ആണ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. ഓക്കെ, ലൈൻ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. ഓക്കെ, ലെറ്റ് ജി ബി എ ഫംഗ്ഷൻ ഓഫ് ടു വേരിയബിൾസ് എക്സ് ആൻഡ് വൈ ഡിഫൈൻഡ് ഓൺ എ റീജിയൻ ഓഫ് ദി പ്ലെയിൻ കണ്ടെയ്നിങ് എ സ്മൂത്ത് കർവ് സി. ദ ലൈൻ ഇൻ്റഗ്രൽ ജി along C from A to B with respect to X. with respect to X ആണെങ്കിൽ A to B എന്ന് ഉദ്ദേശിച്ചത് കേർവിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് എയും ടെർമിനൽ പോയിൻറ്റ് ബിയുമാണ്. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ സി ജി ഓഫ് എക്സ് വൈ ഡി എക്സ് ഈക്വൽ ടു ലിമിറ്റ് നോം പി ടെൻസ് ടു 0 സമ്മേഷൻ കെ ഈക്വൽ ടു 1 to n ജി ഓഫ് എക്സ് കെ സ്റ്റാർ വൈ കെ സ്റ്റാർ ഇൻറ്റു ഡെൽറ്റ എക്സ് കെ. ഇനി ദ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ജി അലോങ് സി ഫ്രം എ ടു ബി വിത്ത് റെസ്പെക്ട് ടു വൈ ആണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ സി ജി ഓഫ് എക്സ് വൈ ഡി വൈ വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് നോം പി ടെൻസ് ടു 0 സമ്മേഷൻ കെ ഈക്വൽ ടു 1 to n g of x k star y k star into delta y k. The third line integral is the line integral of g along c from a to b with respect to arc length. അവിടെ നമ്മൾ ഡി എസ് എന്നാണ് എഴുതുന്നത്, അത് വിത്ത് റെസ്പെക്ട് ടു ആർക്ക് ലെങ്ത് ആണ്. കാരണം നമ്മൾ ഡെൽറ്റ എസ് കെ എന്ന് പറഞ്ഞാൽ ഓരോ സബ് ഇൻ്റർവെല്ലിൻ്റെയും ഓരോ സബ് ആർക്കിൻ്റെയും ലെങ്ത്തായിട്ടാണ് എടുത്തത്. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ സി ജി ഓഫ് എക്സ് വൈ ഡി എസ് ഈക്വൽ ടു ലിമിറ്റ് നോം പി ടെൻസ് ടു 0 സമ്മേഷൻ കെ ഈക്വൽ ടു 1 to n ജി ഓഫ് എക്സ് കെ സ്റ്റാർ വൈ കെ സ്റ്റാർ ഇൻറ്റു ഡെൽറ്റ എസ് കെ. അപ്പോൾ ഇതാണ് ലൈൻ ഇൻ്റഗ്രൽസ്. അങ്ങനെ നമുക്ക് 3 ലൈൻ ഇൻ്റഗ്രൽസ് ആണ് കിട്ടുന്നത്. ഇനി ഈ ഒരു ലൈൻ ഇൻ്റഗ്രൽ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു കണ്ടീഷനുണ്ട്. ജി ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ്, സി എന്ന് പറയുന്ന കേർവിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ മാത്രമേ ലൈൻ ഇൻ്റഗ്രൽസ്, നമ്മൾ 3 ലൈൻ ഇൻ്റഗ്രൽസ് ഡിഫൈൻ ചെയ്തു, അത് എക്സിസ്റ്റ് ചെയ്യുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലൈൻ ഇൻ്റഗ്രലുമായിട്ട് ബന്ധപ്പെട്ട്, അതിൻ്റെ ഡെഫിനിഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. എങ്ങനെയാണോ ഒരു ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ നമ്മൾ ഡിഫൈൻ ചെയ്തത്, അവിടെ നമ്മളൊരു പാർട്ടീഷനൊക്കെ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിക്ക് ഒരു പാർട്ടീഷൻ കൊടുത്തു, അതുപോലെ തന്നെയാണ് ഇവിടെയും ആ ഒരു കേർവിനെ നമ്മൾ ഒരു പാർട്ടീഷൻ കൊടുത്തു, ഓരോ ചെറിയ ചെറിയ സബ് ആർക്കായിട്ട് ഡിവൈഡ് ചെയ്തു, എന്നിട്ടാണ് നമ്മളൊരു സം അവിടെ ഫോം ചെയ്യുകയാണ്. ഇതിൽ നോം പി 0യിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ലിമിറ്റിൻ്റെ വാല്യൂ, അതാണ് ലൈൻ ഇൻ്റഗ്രൽസ്. അപ്പോൾ നമുക്ക് 3 ലൈൻ ഇൻ്റഗ്രൽസ് ആണുള്ളത്, വിത്ത് റെസ്പെക്ട് ടു എക്സ്, വിത്ത് റെസ്പെക്ട് ടു വൈ ആൻഡ് വിത്ത് റെസ്പെക്ട് ടു ദി ആർക്ക് ലെങ്ത്ത്. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ലൈൻ ഇൻ്റഗ്രൽസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ 2 മെത്തേഡ്സാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ലൈൻ ഇൻ്റഗ്രൽസിൻ്റെ ഡെഫിനിഷൻസ് ഇത്രയുമാണ്.